വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മളിവിടെ ഒരു കണവ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. കണവ അല്ലെ കൂന്തൽ, ഓരോ സ്ഥലത്തും ഓരോ പേരാ പറയുന്നത്. ഇപ്പോൾ ഒരു 1/2 കിലോ കണവ ഞാൻ ക്ലീൻ ചെയ്ത്, ഇത് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ. അതിൻ്റെ ആ നേരത്തെ ഒരു തൊലി പോലത്തെ ഒരു സാധനമുണ്ട്, അതങ്ങ് ഇളക്കി കളഞ്ഞിട്ട് നമ്മളൊരു കത്രിയിട്ട് ഇങ്ങനെ നേരെ ഒന്ന് കട്ട് ചെയ്തിട്ട് അകത്തെ എല്ലാം എടുത്ത് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇത് 1/2 കിലോ ഉണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു സവോള, ഒരു ടൊമാറ്റോ, ഒരു 10 ചുവന്നുള്ളി ഞാൻ ചേർത്തിട്ടുണ്ട്. ചുവന്നുള്ളി കറക്കി റോസ്റ്റിനൊക്കെ ചേർക്കുമ്പോഴുണ്ടല്ലോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു 7-8 വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളകിന് പകരം ഞാനിവിടെ കാന്താരിയാണ് ചേർക്കുന്നത്. നല്ല നമ്മുടെ വെള്ള കാന്താരിയായത് കേട്ടോ. ഇതൊരു 10 കാന്താരി ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവിടെ ചേർക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമ്മൾ ഇത് കുക്ക് ചെയ്ത് ഒന്ന് തീരാറാകുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർക്കും. ചെറിയൊരു കുക്കർ എടുത്തിട്ട് ഈ കണവ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണേ. പിന്നെ ഒരു സ്വല്പം നമ്മൾ നേരത്തെ ഈ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, എന്നാലും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഇടണേ. ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കണം. ഈ കണവയിൽ നിന്ന് തന്നെ കുറേ വെള്ളം ഇറങ്ങും, എന്നാലും ഒരു 1/4 കപ്പോളം വെള്ളം നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കണേ. ഒരു സ്വല്പം കുക്കറിലല്ലേ വെക്കുന്നത്, അതുകൊണ്ട് കരിഞ്ഞൊന്നും പോകരുതല്ലോ. ഇതിനകത്ത് കണവയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, ഒരുപാട് വേണ്ട. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് വിസിൽ പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് അങ്ങ് ചെയ്യണേ. എന്നിട്ട് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ ഇത് സിമ്മിലേക്ക് മാറ്റണം. സിമ്മിലേക്ക് മാറ്റിയിട്ട് ഒരു 3 വിസിലും കൂടെ അടിക്കണം. അന്നേരത്തേന് ഈ കണവ നന്നായിട്ട് വെന്ത് കിട്ടുവേ. നമുക്ക് അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നമ്മളൊരു പാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. റോസ്റ്റ് ആകുമ്പോഴേ ഒരു സ്വല്പം എണ്ണ വേണേ. ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ട കാര്യമുണ്ട്, അതുകൊണ്ട് നമുക്കൊരു സ്വല്പം എണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ആ കണവ വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പുറത്തെ അടുപ്പിൽ. അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കാം. കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഈ ഉള്ളിയും വെളുത്തുള്ളി, സവോള, ഈ കാന്താരി ഞാൻ മുറുക്കിയൊന്നും ചെയ്തിട്ടില്ല, ചുമ്മാ തങ്ങിട്ടേക്കാണേ. അത് അതിനകത്ത് കിടന്ന് വെന്ത് കിട്ടിക്കോളൂ. ഇനി ഈ ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കിടന്ന് മൂത്ത് വരണേ. ഒരു 3-4 മിനിറ്റ് നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കണം. ഈ കണവയൊക്കെ ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടമല്ലേ. ചിലർക്ക് പിന്നെ ഇങ്ങനത്തെ ഞണ്ട്, കൊഞ്ച് അല്ലെങ്കിൽ ഇതുപോലത്തെ കണവയൊക്കെ ചിലർക്ക് അലർജി കാണും. അങ്ങനെയുള്ളവർ കഴിക്കത്തില്ല ഇത്. അല്ലാതുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. ഇതിൻ്റെ ഈ കണവയുടെ തന്നെ ഒരു തോരൻ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കണവ തോരൻ എന്നും പറഞ്ഞ്. അതും കൂടെ ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ് തോരനാണേലും. ഇപ്പം ഫ്ലെയിം കൂട്ടിയാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ. ചിലർ ഇതിനകത്തൊരു സ്വല്പം തേങ്ങാക്കൊത്തും കൂടി ഇടും. ഞാനിപ്പോൾ ഇതിനകത്ത് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടില്ല കേട്ടോ. ഒരു തരി ഉപ്പ്, ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള തരി ഉപ്പ്. കാരണം നമ്മൾ മറ്റേ കൂന്തലിനകത്ത് നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ചോണം, ഉപ്പ് കൂടിപ്പോകരുത് കേട്ടോ. പിന്നെ ഉപ്പ് ഇടുമ്പം നമുക്ക് ഈ സവോള വഴറ്റാൻ പെട്ടെന്ന് വഴന്ന് കിട്ടുമെന്ന് പറയും. ഇനി ഒരു 3-4 മിനിറ്റ് നമുക്കിങ്ങനെ വഴറ്റാം. അതിനുശേഷം ഞാൻ കാണിക്കാവേ. നമ്മളിപ്പോൾ ഈ ഉള്ളി വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 4 മിനിറ്റായേ. ഒരുമാതിരി നന്നായിട്ട് ഇത് വഴന്ന് കിട്ടിയിട്ടുണ്ടേ. ഇതിലേക്ക് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാവേ. ഇതും കൂടെ കിടന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം ശരിക്കൊന്ന് മാറണം. ഈ പൊടികൾ ഇടുമ്പോൾ എപ്പോഴും സിമ്മിലേക്ക് വെച്ച് കൊടുക്കണേ. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ എല്ലാ വീഡിയോയിലും അത് റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോഴേ പൊടി അങ്ങ് കരിഞ്ഞു പോകും. ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ കണവ വെച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആവി ഇനി പോയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഈ കണവ കൊണ്ട് തന്നെ വേറെ പല ടൈപ്പ് സാധനങ്ങൾ, കാന്താരി മാത്രം ഇട്ട് കാന്താരി റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുമല്ലോ, അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഈ മുളക് പൊടി ഒന്നും ചേർക്കാതെ. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. ഇനി നമുക്ക് ഈ ടൊമാറ്റോ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം.
ടൊമാറ്റോ ഇല്ലെങ്കിൽ ഒരു സ്വല്പം വിനിഗർ ചേർത്താലും മതി കേട്ടോ. എൻ്റെ ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങൾ കമൻ്റൊക്കെ ഇടുകയും ഒക്കെ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഇത് ഞാനിപ്പോൾ സിമ്മിലാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കണേ. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, സിമ്മിലാണ് വെച്ചേക്കുന്നത്. അത് ശ്രദ്ധിക്കണം, തീ കൂട്ടി വെക്കരുത് ഈ സമയം കേട്ടോ. നമ്മളിത് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ ആ ഉള്ളിൽ നിന്നൊരു സ്വല്പം വെള്ളം വരുമല്ലോ, പിന്നെ സിമ്മിലിട്ട് നമ്മൾ വെച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം കുഴപ്പമില്ലാതെ അതങ്ങനെ ആ ഒരു സ്റ്റീമിലിരുന്ന് ഒന്ന് വെന്തും വരും. പിന്നെ ആ ഒരു പച്ച ഒരു ടേസ്റ്റ് മാറണമല്ലോ, അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അടച്ചു വെച്ച് വേവുമ്പോൾ ടൊമാറ്റോ ആണെങ്കിലും നീരാവിക്കകത്ത് തന്നെ ഒന്ന് വെന്തിട്ട് ഒന്ന് ഉടഞ്ഞ് കിട്ടുവേ. നമ്മൾ ഈ കണവയുണ്ടല്ലോ, ഇതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഇതൊന്ന് ചേർത്ത് കൊടുക്കുക. നമ്മളൊരു 1/4 കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളായിരുന്നേ. കണവേന്നൊരു സ്വല്പം വെള്ളം ഇറങ്ങും. ഇനി ഫ്ലെയിം ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണേ. എന്നിട്ട് ഈ വെള്ളത്തിൽ കിടന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ടൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണേ. കണവ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഈ കണവ ഒരുപാട് ഇട്ട് അങ്ങ് വേവിക്കുമ്പോൾ, ഇപ്പം കണവ മാത്രമല്ല നമ്മൾ ചെമ്മീനും ഒക്കെ ഇല്ലേ, അത് ഒരുപാടങ്ങ് വെന്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ അതിനൊക്കെ ഒരു കണക്കുണ്ട്. അതിനനുസരിച്ച് ചെമ്മീനൊക്കെ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് കൊണ്ട് നമുക്ക് വെന്ത് കിട്ടും. ഒരുപാടിട്ട് വേവിക്കണ്ട. അപ്പോൾ ഇങ്ങനെ റബ്ബർ പോലെ നമ്മൾ ചവയ്ക്കുമ്പോൾ നമുക്കറിയാതെ. ഇതാണേലും ഒരു 3-4 വിസിൽ അത്രേ ആകാവുള്ളേ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് നമ്മളിപ്പം ഉപ്പൊന്ന് നോക്കിക്കോണേ ഈ സമയത്ത്. കാരണം കണവയിൽ ഉപ്പിട്ടല്ലേ വേവിച്ചേ, അപ്പോൾ ഉപ്പൊന്ന് നോക്കിക്കോണേ. ഹൈ ഫ്ലെയിം ആകരുത്, ഒരു മീഡിയം ഫ്ലെയിമേ ആകാവുള്ളൂ. എന്നിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ ഇതിനകത്ത് ഈ കണവയ്ക്കകത്ത് ഈ എരിവും എല്ലാം ഒന്ന് പിടിക്കണേ. ഇതുപോലെ ഒന്ന് വേവിച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. നമ്മളിതവിടെ അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, സ്വല്പം കൂടെ കറിവേപ്പില എത്ര ഇട്ടാലും ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു കുഴഞ്ഞിരിക്കുന്ന ടൈപ്പ് റോസ്റ്റ് അല്ലേ, അപ്പോൾ ഒരു സ്വല്പം ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന പോലെ വേണം ഇത്. കണവ അല്ലെങ്കിൽ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല മോരുകറിയും നല്ലൊരു തോരന്, ക്യാബേജ് തോരന്, ക്യാരറ്റ് തോരന്, അല്ല ബീൻസ് തോരന്, അതെല്ലാം ഇതിൻ്റെ കൂടെ നന്നായിട്ട് ചേർന്ന് പോവേ. നമുക്ക് ഫ്ലെയിം അങ്ങ് നിർത്തിയേക്കാവേ. അടിപൊളി ടേസ്റ്റിലുള്ള കണവ റോസ്റ്റ്, കണവ അല്ലെ കൂന്തൽ ഓരോ സ്ഥലത്തും ഓരോ പേരാ പറയുന്നത് കേട്ടോ. അപ്പം ആ ഒരു റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാ ഒഴിച്ചുകറികളുടെയും കൂടെ പോകും കേട്ടോ. മോരുകറി, പുളിശ്ശേരി, ചക്കക്കുരുമാങ്ങ കറി, അല്ലെങ്കിൽ ചെമ്മീൻ്റെ തേങ്ങ അരച്ച കറികളൊക്കെ ഉണ്ടല്ലോ ഒഴിച്ചുകറികൾ, അപ്പോൾ അതിൻ്റെയൊക്കെ കൂടത്തിൽ നന്നായിട്ട്, അല്ലെങ്കിൽ മുരിങ്ങിക്ക മാങ്ങ, അങ്ങനെയുള്ള എല്ലാ ഒഴിച്ചുകറികളുടെ കൂടെയും പോകുന്ന ഒരു സൂപ്പർ ഐറ്റമാണ് ഇത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിനകത്ത് ഒരുപാട് ഒഴിച്ചുകറികൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ട്രൈ ചെയ്ത് കൂട്ടത്തിൽ ഇതും കൂടെ നിങ്ങൾ നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്